നമസ്കാരം, ശുഭോത്തിലേക്ക് സ്വാഗതം. ഇന്ന് നവരാത്രി 2ാം ദിനമാണ്. ബ്രഹ്മചാരിണി ദേവിയാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്നത്. ഓരോ ദിവസവും ഓരോ സങ്കല്പത്തിൽ നമ്മൾ ധ്യാനം കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ധ്യാനം കൂടി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ബ്രഹ്മചാരിണി ദേവി നവദുർഗ സങ്കല്പത്തിലെ 2ാമത്തെ ഭാവമാണ് ബ്രഹ്മചാരിണി ദേവി. ദേവിയുടെ മന്ത്രം വരുന്നത് ഓം ദേവി ബ്രഹ്മചാരിണ്യൈ നമ. ഈ ഒരു സങ്കല്പം അല്ലെങ്കിൽ ബ്രഹ്മചാരിണി ദേവി സ്നേഹം, വാത്സല്യം, വിശ്വാസ്യത ഇവയൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് ഇന്നത്തെ ഈ ഒരു ദിവസം. ബ്രഹ്മചാരിണി എന്ന സംസ്കൃതം വാക്കിനർത്ഥം മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം ഒരു ആശ്രമത്തിൽ താമസിക്കുന്ന അർപ്പണബോധമുള്ള വിദ്യാർത്ഥിനി എന്നാണ് ഈ ഒരു സംസ്കൃത പദത്തിൻ്റെ അർത്ഥം. അപർണ എന്നുകൂടി ദേവിയെ വിളിക്കുന്നുണ്ട്. മഹാദേവിയുടെ നവദുർഗ സങ്കല്പത്തിലെ 2ാം ഭാവമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു പ്രതിനിധാനം അല്ലെങ്കിൽ ഒരു ദേവി ബുദ്ധിയുടെ കലവറയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ കഠിനമായി തപസ് ചെയ്ത് പാർവതി ദേവിയുടെ അവിവാഹിത രൂപമാണ് ബ്രഹ്മചാരിണി ദേവി എന്നാണ് സങ്കല്പം. കഠിനമായ തപസ് കാരണമാണ് ബ്രഹ്മചാരിണി എന്ന പേര് വന്നത്. നമുക്കറിയാം, ശിവഭഗവാനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ ദേവി തപസ് ചെയ്തു അല്ലേ. ലോകം മുഴുവൻ വിറച്ചുപോയി ദേവിയുടെ ആ തപസ് കണ്ടിട്ട്. ഏറ്റവും ഒടുവിലാണ് മഹാദേവൻ പ്രീതിപ്പെട്ടത്. ഒരുപാട് പരീക്ഷണങ്ങൾ അതിജീവിക്കേണ്ടി വന്നു. ദേവി വെളുത്ത വസ്ത്രമാണ് ധരിക്കുന്നത്. വെളുത്ത വസ്ത്രത്തിലാണ് നമ്മൾ ദേവിയെ പ്രതിനിധാനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. വലത് കയ്യിൽ ജപമാലയും ഇടത് കയ്യിൽ കമണ്ഡലവും പിടിച്ചിട്ടുണ്ട്. ഭക്തിയുടെയും തപസ്സിൻ്റെയും ദേവതയാണ് ബ്രഹ്മചാരിണി ദേവി. ഈ ദേവിയെ ആരാധിക്കുന്നത് വഴി ഇമോഷണൽ സ്ട്രെങ്ത്, മെൻ്റൽ ബാലൻസ്, കോൺഫിഡൻസ് ഇവയൊക്കെ ഉണ്ടാവും. അതായത് ഏത് വിഷമകരമായ സാഹചര്യത്തിലും മനസ്സമാധാനം നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഏത് അന്ധകാരത്തിൻ്റെ മേലെയും നമുക്ക് വിജയം നേടാൻ സാധിക്കും. പല പരീക്ഷണങ്ങളും ജീവിതത്തിൽ വരും. അവയെല്ലാം നേരിടാൻ വേണ്ടിയിട്ട് ദേവി നമ്മെ സഹായിക്കുന്നു. ആസുരിക ശക്തികളായ മടി, അലസത, സ്വാർത്ഥത, ഈഗോ, ഈ എല്ലാ ദുർഗുണങ്ങളെയും ദേവി വധിക്കുന്നു എന്നാണ് സങ്കല്പം. ഇവിടെ നമുക്ക് ചക്ര പ്രതിദാനം ചെയ്യുന്നത് സ്വാധിഷ്ഠാന ചക്ര ആണ്. സെക്കൻഡ് ചക്രയാണ്. റൂട്ട് ചക്രയ്ക്ക് ശേഷമുള്ള 2ാമത്തെ പ്രധാനപ്പെട്ട ചക്രമാണ് സ്വാധിഷ്ഠാന ചക്ര. ഓറഞ്ച് വർണ്ണത്തിലാണ് കാണുന്നത്. 6 ഇതളുകളുള്ള ഓറഞ്ച് താമരപുഷ്പം നിങ്ങൾ മനസ്സിൽ കാണുക. ഈ ചക്ര എന്ന് പറയുന്നത് വ്യക്തിയുടെ വൈകാരിക തലത്തിൽ സ്വാധീനം ചെലുത്തുന്നു. ഒരാളുടെ ആഗ്രഹം, ആനന്ദം, സന്താനോൽപാദനം, വ്യക്തിബന്ധങ്ങൾ ഇവയിലെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ചക്രയാണ്. ഇവിടെ സന്തുലിതാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് ഇന്ന് സാക്ര ചക്ര ഹീൽ ചെയ്യാം. ദേവിയെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ചക്ര കൂടി നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് 6 ഇതളുകളുള്ള താമരപുഷ്പമാണ്. ഓറഞ്ച്, നല്ല കടും ഓറഞ്ച് നിറത്തിൽ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. നാഭിക്ക് 3 ഇഞ്ച് താഴെയാണ് സങ്കല്പിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ ധ്യാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അധികം ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കാം. ഇയർഫോൺ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. നിലത്താണെങ്കിൽ ചമ്രമടഞ്ഞിരിക്കുക. നിലത്തൊരു തുണിയോ അല്ലെങ്കിൽ പായയോ മറ്റോ വിരിച്ച് നിങ്ങൾക്കിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സോഫയിലോ കട്ടിലോ ആണെങ്കിൽ ചമ്രമടഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കാം. നടുവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ചാരിയിരിക്കാം. അതിലൊന്നും ബുദ്ധിമുട്ടില്ല. ഉറങ്ങിപ്പോവാതിരിക്കാം. അപ്പം സ്വസ്ഥമായിട്ടിരുന്നു എന്ന് കരുതുന്നു. ആവശ്യമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. ശേഷം കണ്ണുകളടയ്ക്കുക. പതിയെ കണ്ണുകളടയ്ക്കുക. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ദുർഗാദേവിയുടെ രൂപം മനസ്സിൽ കാണുക. ദുർഗാദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. ഇനി കണ്ണു തുറക്കാതെ 2 കൈകളും നിങ്ങളുടെ മടിയിൽ മലർത്തി വയ്ക്കാം. കൈവെള്ള മുകളിലേക്ക് വരുന്ന തരത്തിൽ മലർത്തി വയ്ക്കാം. ശേഷം നമുക്ക് ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യാം. ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം.
ഇന്നലെ ചെയ്തതുപോലെ തന്നെ മൂക്കിൽ കൂടി ദീർഘശ്വാസം എടുക്കാം. മൂക്കിൽ കൂടി തന്നെ പതിയെ ശ്വാസം പുറത്ത് വിടാം. മൂക്കിലേക്ക് ശ്വാസം ദീർഘമായി എടുക്കുന്ന സമയത്ത് ഒരു ഡിവൈൻ ലൈറ്റ്, ഗോൾഡൻ അല്ലെങ്കിൽ വൈറ്റ് നിറത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഡിവൈൻ പവർ, ദേവിയുടെ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അത് ശരീരമാകെ വ്യാപിക്കുന്നു. ശേഷം നിങ്ങളുടെ ഉള്ളിലുള്ള മടി, അലസത, സ്വാർത്ഥ ചിന്താഗതി, ഈഗോ തുടങ്ങിയ ആസുരിക ശക്തികളെ ദേവി വധിച്ച് അത് കറുത്ത രൂപത്തിൽ ഒരു പുകയായി പുറത്തു പോകുന്നത് വിഷ്വലൈസ് ചെയ്യാൻ മനസ്സുണ്ട്. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക്, പുറത്തേക്ക്. ഇത് കുറച്ചു നേരം ആവർത്തിക്കാം. മനസ്സിലുള്ള എല്ലാ ടെൻഷൻസും, സങ്കടങ്ങളും, പലരോടുമുള്ള ദേഷ്യം എല്ലാം ഇതോടുകൂടി ഇല്ലാതാവുകയാണ്. മനസ്സ് ശാന്തമായി തുടങ്ങുകയാണ്. നന്നായിട്ട് ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യാം. ഇനി നമുക്ക് ബ്രീത്തിങ് കഴിഞ്ഞതിന് ശേഷം ഓം ചാൻറ്റിങ് ചെയ്യാം. മൂക്കിൽ കൂടി ദീർഘമായി ശ്വാസം എടുക്കാം. എൻ്റെ കൂടെ ഓം ചാൻറ്റ് ചെയ്യാം. ഓം എന്ന് പറയുന്നതോടുകൂടി എക്സെയിലാണ്, ശ്വാസം പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത്. ദീർഘശ്വാസം എടുക്കാം. ഓം ചാൻറ്റ് ചെയ്ത് നമ്മൾ മനസ്സും ശരീരവും ഒന്ന് ക്ലൻസ് ചെയ്തു. ഇനി നിങ്ങൾ നാഭിക്ക് താഴെയായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഓറഞ്ച് വർണ്ണത്തിൽ ഒരു താമരപ്പൂ മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക. 6 ഇതളുകളുള്ള താമരപ്പൂ വിഷ്വലൈസ് ചെയ്യുക. മനസ്സിൽ കാണുക. നാഭിക്ക് ഒരു 3 ഇഞ്ച് താഴെ സങ്കല്പിക്കുക. ആ ഓറഞ്ച് വർണ്ണത്തിലുള്ള താമര നന്നായിട്ട് കറങ്ങുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. ഡിവൈൻ ലൈറ്റ് അതിലേക്ക് തട്ടി നിങ്ങളുടെ ആ ഒരു ചക്ര, സ്വാധിഷ്ഠാന ചക്ര നന്നായിട്ട് കറങ്ങുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. ഇനി ഈ ഒരു ചക്ര ആക്റ്റീവായതായിട്ട് സങ്കല്പിക്കുക. മനസ്സിൽ കാണുക. ശേഷം ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം. വയറ് നന്നായിട്ട്, അടിവയറ് നന്നായിട്ട് വികസിച്ച് വരുന്ന തരത്തിൽ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം. നന്നായിട്ട് വികസിച്ച് വരണം അടിവയറ്. ശേഷം വായ തുറന്ന് ഹാ സൗണ്ടോടുകൂടി പുറത്ത് വിടാം. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. ഈ ഒരു ശ്വസന പ്രക്രിയ പരമാവധി 3 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ദേവിയെ സ്തുതിക്കുകയാണ്. കൈകൂപ്പി ദേവിയെ സ്തുതിച്ചൊല്ലാം. ദധാനാകരപത്മാഭ്യാം അക്ഷമാലാകമണ്ഡലും ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമ. അർത്ഥം: ജപമാലയും കമണ്ഡലവും കൈകളിൽ പിടിച്ചിരിക്കുന്ന ബ്രഹ്മചാരിണി ദേവി, എന്നെ ദയവായി അനുഗ്രഹിക്കണമേ. മനസ്സുകൊണ്ട് പറയാം. ദധാനാകരപത്മാഭ്യാം
ക്ഷമാലാകമണ്ഡലും ദേവി പ്രസീദതു മയി ബ്രഹ്മചാരിണ്യനുത്തമ. ഞാൻ ഈ ശ്ലോകം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് നോക്കി ചൊല്ലാവുന്നതാണ്. യാ ദേവി സർവഭൂതേഷു ബ്രഹ്മചാരിണ്യരൂപിണി നമസ്തസ്യൈ 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 നമോ നമഃ. ദേവി അനുഗ്രഹിക്കുന്നതായിട്ട് മനസ്സിൽ നന്നായി കാണുക, സങ്കല്പിക്കുക. വേണമെങ്കിൽ ഈ ഒരു ശ്ലോകം കാണാതെ പഠിച്ച് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അങ്ങനെ ശാന്തിയിൽ, സമാധാനത്തിൽ, സന്തോഷത്തിൽ കുറച്ച് നേരം ഇരിക്കുക. എപ്പോൾ നിങ്ങൾ ഓക്കെ ആയെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് പതിയെ കണ്ണു തുറന്ന് സാധാരണ കാര്യങ്ങളിലേക്ക് നടക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഞാനിടുന്ന ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.